അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറം റബ്ബിൻ്റെ തീരുമാനത്താൽ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു വാതിൽ അടഞ്ഞു എന്ന് കരുതി വിഷമിക്കുമ്പോൾ അള്ളാഹു നമുക്കായി മറ്റൊരു മികച്ച വാതിൽ തുറന്നിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എപ്പോഴും പ്രതീക്ഷയുള്ളവനായിരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഉത്തമ ഗുണമാണ്. അവൻ ശുഭാപ്തി വിശ്വാസമുള്ളവനായിരിക്കും. എപ്പോഴും പോസിറ്റീവ് മനോഭാവമായിരിക്കും. നിരാശയ്ക്ക് അവൻ്റെ ഹൃദയത്തിൽ ഒട്ടും സ്ഥാനമുണ്ടാവുകയില്ല. അള്ളാഹു തൻ്റെ ജീവിതത്തിൽ വിധിച്ച കാര്യങ്ങളെ സന്തോഷത്തോടെയും ശുഭപ്രതീക്ഷയോടെയും അവൻ സ്വീകരിക്കും. പ്രയാസങ്ങളെ പുഞ്ചിരിയോടെ നേരിടാനും നാവുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രം പറയാനും ഇസ്ലാം അവനെ പ്രേരിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്നാണ്, യുഅ്ജിബുനി അൽ ഫഅൽ, എനിക്ക് ശുഭലക്ഷണം ഇഷ്ടമാണ്. അപ്പോൾ സ്വഹാബാകൾ ചോദിച്ചു, വമൽ ഫഅലു, എന്താണ് ശുഭലക്ഷണം? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്കാണത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനെയാണ് അൽ ഫഅൽ എന്ന് പറയുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും ഇത് മാറും, എല്ലാം ശരിയാകും എന്നിങ്ങനെയുള്ള ശുഭചിന്തകൾ മനസ്സിൽ നിലനിർത്താൻ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മറ്റൊരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നാം പറയുന്ന ഒരു നല്ല വാക്ക് അവർക്ക് വലിയ ആശ്വാസവും കരുത്തും നൽകും. ഉദാഹരണത്തിന്, ഒരു രോഗിയോട് താങ്കൾ വേഗം സുഖമാകും ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നത് ഒരു നല്ല വാക്കാണ്. ഇത് കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ പ്രത്യാശ ഉണ്ടാകുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഹുസ്നുൽ വന്നിൽ നിന്നാണ്, നല്ല വിചാരത്തിൽ നിന്നാണ് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ ദാസൻ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എപ്രകാരം വിചാരിക്കുന്നുവോ അപ്രകാരമായിരിക്കും ഞാൻ എന്നാണ്. എൻ്റെ പ്രയാസങ്ങൾ നീങ്ങുമെന്നും തകർച്ചകൾ പരിഹരിക്കപ്പെടുമെന്നും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അള്ളാഹു നമുക്ക് അപ്രകാരം തന്നെ ചെയ്തു തരും. അള്ളാഹു എപ്പോഴും തനിക്ക് നന്മ മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. പലപ്പോഴും ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാകാം ചെറിയൊരു നഷ്ടം അള്ളാഹു നമുക്ക് നൽകുന്നത്. നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ അതന്ന് നടക്കാതിരുന്നത് നന്നായി ഇന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ശാശ്വതമല്ലെന്നും അവയ്ക്ക് പിന്നിൽ നല്ലൊരു കാലമുണ്ടെന്നും വിശുദ്ധ ഖുർആൻ ഉറപ്പ് നൽകുന്നുണ്ട്. സൂറത്ത് ഷർഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസങ്ങളോടൊപ്പം എളുപ്പമുണ്ട്. അത് അല്ലാഹു വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ വചനങ്ങളൊക്കെ ഒരു വിശ്വാസിക്ക് ഏത് പ്രതിസന്ധിയിലും പ്രത്യാശ നൽകുന്നതാണ്. പോസിറ്റീവ് ചിന്താഗതിയുള്ളവർ പരാതിയും പരിഭവവും പ്രകടിപ്പിക്കുന്നതിന് പകരം തങ്ങൾക്കുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും അതിന് റബ്ബിന് നന്ദി കാണിക്കുന്നവരുമായിരിക്കും. അത്തരം ആളുകൾക്ക് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അമ്പിയാക്കളുടെ ചരിത്രത്തിൽ ഇതിനൊക്കെ എമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യങ്ങളിലും അവർ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യത്തിലും തൻ്റെ ഭാര്യ വന്ധ്യയാണെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഒരു സന്താനത്തെ റബ്ബെ നീ എനിക്ക് സമ്മാനമായി തരണേ എന്നാണ്. അള്ളാഹു പ്രവാചകന്മാരായിട്ടുള്ള ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന് സന്താനങ്ങളായി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭാപ്തി വിശ്വാസത്തിൻ്റെ വലിയൊരു മാതൃകയായിരുന്നു. ശത്രുക്കളാൽ ചുറ്റപ്പെട്ടപ്പോഴും ത്വായിഫിൽ നിന്ന് മനോവിഷമത്തോടെ മടങ്ങിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിലെ നന്മയെക്കുറിച്ച് ശുഭപ്രതീക്ഷ പുലർത്തിയിരുന്നു. മക്കയിലെ ശഅബ് അബി ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞതെന്താണ്? അല്ലാഹുവാണേ സത്യം, ഈ മതം പൂർത്തിയാവുക തന്നെ ചെയ്യും. സ്വനായിൽ നിന്ന് ഹളറമൗത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ലാത്തൊരു അവസ്ഥ സംജാതമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പറയുകയാണ്. ത്വായിഫിൽ സഹായം പ്രതീക്ഷിച്ചു പോയി മനപ്രയാസത്തോടുകൂടെ തിരിച്ചു മടങ്ങുന്ന സന്ദർഭത്തിൽ അവരെ നശിപ്പിക്കട്ടെയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് വന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, വേണ്ട, അവരുടെ വംശത്തിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു തലമുറ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന പ്രതീക്ഷയുടെ വാക്കുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യഥാർത്ഥ ശുഭാപ്തി വിശ്വാസം വെറും ആഗ്രഹങ്ങളല്ല, മറിച്ച് പരിശ്രമത്തോടു കൂടി അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കലാണത്. അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും തിരിച്ചറിയുന്നതിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത്.
നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലും അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുഭാപ്തി വിശ്വാസമുള്ളവരോടൊപ്പം സഹവസിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കും എന്നതാണല്ലോ. നാം ആരുമായി സഹവസിക്കുന്നു എന്നത് നമ്മുടെ ചിന്താഗതിയെ ബാധിക്കുന്ന ഒന്നുകൂടെയാണ്. അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തുകയും ശുഭപ്രതീക്ഷയോടുകൂടെ ജീവിക്കുകയും റബ്ബിൽ തവക്കുലാക്കി കർമ്മങ്ങളിൽ നിരതരാകുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.